സ്വാഗതം ടോപ് 10ലേക്ക്. ലക്ഷ്യം നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു. UDF-ന് 90+ സീറ്റുകളിൽ ലക്ഷ്യം. LDF-ന് മിഷൻ 110. 40-ലധികം സീറ്റുകളിൽ ശക്തമായ മത്സരം കാഴ്ചവെച്ച് തൂക്കുസഭയുടെ സാഹചര്യം പരമാവധി ഉണ്ടാക്കിയെടുക്കാൻ ഇന്ത്യയെയും. ഇനിയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ തലവേദനയേറിയ കടമ്പ, സ്ഥാനാർത്ഥി നിർണയം. മുന്നണികളിലെ ഘടകകക്ഷികളും രാഷ്ട്രീയ കക്ഷികളുടെ യുവജന സംഘടനകളും പാർട്ടികളിലെ പരിണിത പ്രജ്ഞരുമടക്കം മത്സരരംഗത്തിറങ്ങാൻ താല്പര്യമറിയിച്ച് ഇതിനോടകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ടേം വ്യവസ്ഥകളിലടക്കം ഇളവുകൾ വന്നേക്കും. എന്തായാലും ജയസാധ്യത തന്നെയാണ് മുന്നണികളെല്ലാം പ്രധാനമായും പരിഗണിക്കുന്നത്. തന്ത്രങ്ങൾ മാത്രമല്ല, കുതന്ത്രങ്ങളും ഇതോടൊപ്പം മെനയുന്നുണ്ട്. നോക്കാം ഇന്നത്തെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളും ഒപ്പം മറ്റു വാർത്തകളും. തലക്കെട്ടുകളിലേക്ക്. മിഷൻ കേരള ദൗത്യത്തിന് തന്ത്രങ്ങളൊരുക്കാൻ മുന്നണികൾ. തുടർഭരണം ഉറപ്പിക്കാൻ മിഷൻ 110 വികസന മാർഗരേഖയുമായി LDF. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിന് മധുസൂദൻ മിസ്ത്രി ചൊവ്വാഴ്ച കേരളത്തിൽ. കൂടുതൽ സീറ്റെന്ന ആവശ്യത്തിൽ ലീഗ് ഉറച്ചുനിന്നാൽ ഇതര സമുദായത്തിൽ നിന്ന് സ്ഥാനാർത്ഥികളെ നിർത്തണമെന്നാവശ്യപ്പെടാൻ കോൺഗ്രസ്. തൂക്കുമന്ത്രിസഭയ്ക്ക് സമ്മർദ്ദശക്തിയാകാൻ BJP. ഇടത് സഹയാത്രികൻ റെജി ലൂക്കോസ് BJP-യിൽ. AK ബാലന്റെ മാറാട് പ്രസ്താവനയെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വർഗീയ കലാപങ്ങളോ സംഘർഷങ്ങളോ ഇല്ലാത്ത ഇന്നത്തെ കേരളം മാതൃകയെന്ന് മുഖ്യമന്ത്രി. AK ബാലൻ ഓർമ്മിപ്പിച്ചത് UDF കാലത്തെ കേരളത്തിന്റെ ചിത്രം. 5ാം മന്ത്രി വിവാദവും ഓർമ്മിപ്പിച്ച മുഖ്യമന്ത്രി. ബാലൻ വാ തുറന്നാൽ ഉള്ള വോട്ട് പോകുമെന്നും ചുമതലയില്ലാത്ത ആൾ എന്തിനു മാധ്യമങ്ങളെ കാണുന്നുവെന്നും പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT-യുടെ നിർണായക റിപ്പോർട്ട് ഹൈക്കോടതിയിൽ. കേസിൽ D മണിയുടെ പങ്ക് കണ്ടെത്താനായില്ല. പ്രവാസി വ്യവസായിയുമായുള്ള പരിചയത്തിനും തെളിവില്ല. ദേവസ്വം മുൻ സെക്രട്ടറി S ജയശ്രീയെ ചോദ്യം ചെയ്തു വിട്ടു. നാളെയും ഹാജരാകണം. തൊണ്ടി മുതൽ എവിടെയെന്ന് SIT പറയണമെന്ന് രമേശ് ചെന്നിത്തല. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി ജഡ്ജിക്കെതിരെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ നിയമോപദേശം. മെമ്മറി കാർഡ് ചോർന്നതിൽ സംശയനിഴലിലായ ജഡ്ജി വിധി പറയാൻ അർഹയല്ലെന്ന് പരാമർശം. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കായി 2ാം പ്രതി ജോബി ജോസഫിന്റെ മൊഴി. അതിജീവിതയ്ക്ക് കൈമാറിയ പൊതിയിൽ എന്തെന്ന് അറിയില്ലായിരുന്നുവെന്ന മൊഴി. തെരുവുനായ ശല്യത്തിൽ മൃഗസ്നേഹികൾക്ക് വീണ്ടും സുപ്രീം കോടതിയുടെ പരിഹാസം. നായ്ക്കളുടെ ശത്രുക്കളായ പൂച്ചകളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് കോടതി. നായ്ക്കളെ ഇല്ലാതാക്കുന്നത് അപ്രതീക്ഷിത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാമെന്ന മൃഗസ്നേഹികൾ. തിരുവനന്തപുരം ശ്രീകാര്യത്ത് തെരുവിലേക്കിറക്കിവിട്ട വളർത്തുനായ്ക്കളുടെ കടിയേറ്റ് +2 വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. MSC എൽസാ-3 കപ്പൽ അപകടത്തിൽ 1227 കോടി 62 ലക്ഷം രൂപ ഹൈക്കോടതിയിൽ കെട്ടിവെച്ച് കപ്പൽ കമ്പനി. പിടിച്ചുവെച്ചിരുന്ന MSC അക്കിരേര 2 കപ്പലിനെ വിട്ടയച്ചു. നഷ്ടപരിഹാര കേസിൽ വിധി അനുകൂലമായാൽ തുക സംസ്ഥാനത്തിന് ലഭിക്കും. T20 ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് ആശങ്ക. പരിക്കേറ്റ ഓൾറൗണ്ടർ തിലക് വർമ്മ കളിച്ചേക്കില്ല. ആഷസ് പരമ്പരയിലെ അവസാന ടെസ്റ്റിൽ ഓസ്ട്രേലിയയ്ക്ക് 5 വിക്കറ്റ് ജയം. 4-1 പരമ്പര ഓസ്ട്രേലിയയ്ക്ക്. പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിലിന് അന്ത്യാഞ്ജലി. സംസ്കാരം നടന്നു. വിടവാങ്ങിയത് ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകുന്നതിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തിത്വം. സ്റ്റോറി ഓഫ് ദി ഡേ: കുഞ്ചിപ്പെട്ടി, മലമുകളിലെ നെല്ലറ. തുടർഭരണമുണ്ടാകും. 110 സീറ്റ് നേടുമെന്നൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വെറുതെ ചുമ്മാതങ്ങ് അവകാശപ്പെട്ടതല്ല. കൃത്യമായ കർമ്മപദ്ധതി രൂപീകരിച്ച് സർക്കാരും ഭവന സന്ദർശനവുമായി മുന്നണിയും അങ്കത്തട്ടിലേക്ക് ഇറങ്ങാനൊരുങ്ങുകയാണ്. തന്ത്രങ്ങൾ മെനയാൻ മേഖലാ ജാഥകൾ ഉൾപ്പെടെ തീരുമാനിക്കാൻ നാളെ LDF യോഗം ചേരുന്നു. CPI സംസ്ഥാന നേതൃയോഗങ്ങൾക്കും തുടക്കമായി. ടേം വ്യവസ്ഥകളിലെ ഇളവുകൾ ഉൾപ്പെടെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന. 110 സീറ്റുകൾ എന്ന ലക്ഷ്യത്തിൽ തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഇടതുമുന്നണി കൃത്യമായ തന്ത്രങ്ങൾക്ക് രൂപം നൽകുകയാണ്. വികസനക്ഷേമ പ്രവർത്തനങ്ങളിലൂന്നിയ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ മുഴുവൻ മന്ത്രിമാർക്കും ഏകോപന ചുമതല നൽകി കളത്തിലിറക്കുകയാണ് CPM.
ഓരോ മന്ത്രിമാർക്കും ചുമതലകൾ വീതിച്ചു നൽകി 50 ദിവസത്തെ കർമ്മ പദ്ധതികളുമായി മുന്നോട്ടു പോകുമ്പോൾ 100-ലധികം സീറ്റുകൾ ഉറപ്പാണെന്ന് CPM കണക്കുകൂട്ടുന്നു. നാളെ ഇടതുമുന്നണി യോഗം ചേരുമ്പോൾ സർക്കാർ തലത്തിലെ കർമ്മപരിപാടികൾക്ക് പുറമെ പാർട്ടി തലത്തിലെ പ്രചാരണ തന്ത്രങ്ങൾക്കും രൂപം നൽകും. ഭവന സന്ദർശനത്തോടൊപ്പം മേഖലാ ജാഥകളുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ പ്രതീക്ഷിക്കുന്ന സീറ്റുകൾ നിശ്ചയമായും ലഭിക്കുമെന്ന വിലയിരുത്തലിലാണ് ഇടതുമുന്നണി. അതേസമയം തിരഞ്ഞെടുപ്പ് അജണ്ടയ്ക്കൊപ്പം സ്ഥാനാർത്ഥിത്വ ചർച്ചകൾക്കും തുടക്കമിടുകയാണ് CPI. ഇന്നും നാളെയുമായി സംസ്ഥാന നേതൃയോഗങ്ങൾ നടക്കുന്നുണ്ട്. ടേം വ്യവസ്ഥയിലെ ഇളവുകൾ ഉൾപ്പെടെ തീരുമാനിക്കും. 4 മന്ത്രിമാരും ഇക്കുറി മത്സരരംഗത്തുണ്ടാകുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. CPI കഴിഞ്ഞ തവണ മത്സരിച്ച 27 സീറ്റുകൾക്കപ്പുറം ആവശ്യപ്പെടാൻ സാധ്യത കുറവാണ്. എന്നാൽ സീറ്റുകൾ വെച്ചുമാറുന്ന കാര്യത്തിൽ ചർച്ചകളുണ്ടാകും. അതേസമയം കേരള കോൺഗ്രസും INL-ഉം കൂടുതൽ സീറ്റുകൾ വേണമെന്ന ആവശ്യവുമായി രംഗത്തുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായത് ഒരു പ്രത്യേക അവസ്ഥയെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. 10 വർഷത്തെ സർക്കാരിന്റെ ഭരണനേട്ടങ്ങൾ ജനങ്ങൾ വിലയിരുത്തും. LDF-ന്റെ ഗ്രാഫ് ഉയരുമെന്നും മുഖ്യമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. 5 വർഷത്തെ അനുഭവങ്ങൾ മാത്രമല്ല, കഴിഞ്ഞ 10 വർഷക്കാലത്തെ അനുഭവം അത് ആളുകൾ വിലയിരുത്തുമ്പോൾ 10 വർഷം മുൻപുള്ള കേരളത്തിന്റെ അവസ്ഥ സ്വാഭാവികമായി അവരുടെ മനസ്സിലേക്ക് വരും. ആ താരതമ്യം അത് വലിയ തോതിൽ സ്വാധീനിക്കുന്ന ഒന്നാണ്. അടുത്തയാഴ്ച മുതൽ ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിക്കാനിരിക്കെ UDF സീറ്റ് വിഭജനം വേഗത്തിലാക്കാനുള്ള നീക്കത്തിലാണ്. കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യവുമായി ആദ്യം തന്നെ മുസ്ലിം ലീഗ് രംഗത്തുണ്ട്. അതായത് കഴിഞ്ഞ തവണ ലഭിച്ച 25 സീറ്റിനപ്പുറം സീറ്റ് ലീഗ് ചോദിക്കുകയാണെങ്കിൽ ചില നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കും. മുസ്ലിം ഇതര വിഭാഗത്തിൽ നിന്ന് സ്ഥാനാർത്ഥികളെ നിർത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടേക്കുമെന്ന സൂചനയുണ്ട്. CMP ആകട്ടെ തിരുവനന്തപുരം സെൻട്രലിന് പുറമെ കോഴിക്കോട് കുന്നമംഗലവും ആവശ്യപ്പെടുന്നുണ്ട്. ജനുവരി 20-നുള്ളിൽ ഘടകകക്ഷികളുമായുള്ള സീറ്റ് ചർച്ചകൾ പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണയം വേഗത്തിലാക്കാനാണ് UDF-ന്റെ തീരുമാനം. സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദനൻ മിസ്ത്രി ഈ മാസം 13, 14 തീയതികളിൽ കേരളത്തിലുണ്ടാകും. കേരളത്തിന്റെ ചുമതലയുള്ള നിരീക്ഷകനും അടുത്തയാഴ്ച എത്തുന്നുണ്ട്. കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യവുമായി ആദ്യമേ രംഗത്തുള്ള മുസ്ലിം ലീഗിന് മുന്നിൽ ചില നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. കഴിഞ്ഞ തവണ 25 സീറ്റിലാണ് ലീഗ് മത്സരിച്ചത്. അതിനപ്പുറം സീറ്റുകൾ ഇക്കുറി നൽകിയാൽ മുസ്ലിം ഇതര വിഭാഗത്തിൽ നിന്നും സ്ഥാനാർത്ഥികളെ നിർത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടും. മലബാറിന് പുറമെ മധ്യ കേരളത്തിലും തെക്കൻ ജില്ലകളിലും സ്വാധീനമുള്ള സീറ്റുകളാണ് ലീഗ് ആവശ്യപ്പെടുന്നത്. 2 സീറ്റുകൾ വേണമെന്ന ആവശ്യവുമായി ഇത്തവണ CMPയും രംഗത്തുണ്ട്. തിരുവനന്തപുരം സെൻട്രലും കോഴിക്കോട് കുന്നമംഗലവുമാണ് CMP ആവശ്യപ്പെടുന്നത്. മുൻപ് 3 സീറ്റുകളിൽ മത്സരിച്ചിരുന്ന CMP 2016 മുതൽ ഒറ്റ സീറ്റിൽ ഒതുങ്ങിയിരുന്നു. എന്നാൽ ഇത്തവണ 2 സീറ്റ് വേണമെന്നും തിരുവനന്തപുരം സെൻട്രൽ ലഭിച്ചില്ല എങ്കിൽ മത്സരരംഗത്ത് ഉണ്ടാകില്ല എന്നും CP ജോൺ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു. അതേസമയം RSP ആകട്ടെ 5 സീറ്റിൽ കൂടുതൽ ആവശ്യപ്പെടുന്നില്ല എങ്കിലും ജയസാധ്യതയുള്ള സീറ്റുകൾ വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അതിനിടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചില രഹസ്യ കൂടിക്കാഴ്ചകളൊക്കെ നടത്തുന്നുണ്ട്. സഭാ സിനഡ് നടക്കുകയാണ് സീറോ മലബാർ സഭ ആസ്ഥാനത്ത്. അവിടെ എത്തി മേജർ ആർച്ച് ബിഷപ്പുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു പ്രതിപക്ഷ നേതാവ്. സ്വകാര്യ വാഹനത്തിലാണ് പ്രതിപക്ഷ നേതാവ് എത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് നിർണായക നീക്കമെന്നതാണ് ശ്രദ്ധേയം. ബുധനാഴ്ച രാത്രി 9:15 സഭാ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എത്തിയത്. സ്വകാര്യ വാഹനത്തിലെത്തിയായിരുന്നു സന്ദർശനം. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലുമായി 1 മണിക്കൂർ കൂടിക്കാഴ്ച നടത്തിയ പ്രതിപക്ഷ നേതാവ് അത്താഴ വിരുന്നിലും പങ്കെടുത്തു. 6 ബിഷപ്പുമാരുമായും അദ്ദേഹം ചർച്ച നടത്തി. താമരശ്ശേരി ബിഷപ്പ്, തലശ്ശേരി ആർച്ച് ബിഷപ്പ് എന്നിവർ ചർച്ചയിലുണ്ടായിരുന്നു. സീറോ മലബാർ സഭാ ആസ്ഥാനത്ത് സിനഡ് സമ്മേളനം പുരോഗമിക്കുകയാണ്. അതിനിടെയാണ് പ്രതിപക്ഷ നേതാവിന്റെ നീക്കം. സഭയുടെ രാഷ്ട്രീയ നിലപാടുകൾ അടക്കം തീരുമാനിക്കപ്പെടുന്നത് സിനഡ് യോഗത്തിലാണ്. സിനഡ് നടക്കുന്നതിനിടെ രാഷ്ട്രീയക്കാർക്കോ മാധ്യമപ്രവർത്തകർക്കോ ഒന്നും സാധാരണഗതിയിൽ പ്രവേശനം നൽകാറില്ല. VD സതീശന്റെ സന്ദർശനത്തെ സംബന്ധിച്ച് സഭ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അമൃത ന്യൂസ്, കൊച്ചി. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ ടേം വ്യവസ്ഥകളിലൊക്കെ ചില ഇളവുകൾ എന്തായാലും അതിൻ്റെ സാധ്യതകളൊക്കെ ആരായുന്നുണ്ട്. പ്രത്യേകിച്ച് ഇടതുമുന്നണി ഇടുക്കി ഉടുമ്പൻചോല മണ്ഡലത്തിൽ 3ാം തവണയും CPM നേതാവ് MM മണിയെ മത്സര രംഗത്തിറക്കാനാണ് എന്തായാലും CPM ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. സംസ്ഥാന കമ്മിറ്റി ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ CPM-ന്റെ ഉറച്ച മണ്ഡലമാണ് ഉടുമ്പൻചോല. കഴിഞ്ഞ 2 തവണയും MM മണിയാണ് ഇവിടെ നിന്ന് വിജയിച്ചത്.
2021 35,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. അനാരോഗ്യം മൂലം ഇത്തവണ എം മണി മത്സരരംഗത്ത് ഉണ്ടാവില്ലെന്നായിരുന്നു സൂചനകൾ. എന്നാൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജില്ലയിലുണ്ടായ തിരിച്ചടി മറികടക്കാൻ എം മണി വീണ്ടും മത്സരിക്കണമെന്നാണ് CPM ജില്ലാ കമ്മിറ്റിയുടെ ആവശ്യം. നിയോജക മണ്ഡലത്തിലെ 10 പഞ്ചായത്തുകളിൽ 5 വീതം ഇടങ്ങളിൽ LDFും UDFുമാണ് ഭരണത്തിലുള്ളത്. ഉടുമ്പൻചോലയിൽ എം മണി മത്സരിച്ചാൽ ദേവികുളം, ഇടുക്കി, പീരുമേട് മണ്ഡലങ്ങളിലും LDFിന് ഗുണകരമാകുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. മണ്ഡലത്തിൽ മറ്റു പേരുകൾ പരിഗണിച്ചിരുന്നെങ്കിലും ജയസാധ്യത കൂടുതൽ എം മണിക്കെന്നാണ് കണക്കുകൂട്ടൽ. 38,305 വോട്ടിന്റെ ചരിത്ര ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ എം മണി ഉടുമ്പൻചോലയിൽ നിന്ന് വിജയിച്ചത്. അമൃത ന്യൂസ്, ഇടുക്കി. എന്തായാലും സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങളൊന്നും എം മണി തള്ളിയിട്ടില്ല. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടി വേണ്ട എന്ന് പറഞ്ഞാൽ നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി പ്രവർത്തിക്കും. MLA പണി നോക്കി പാർട്ടിയിൽ വന്ന ആളല്ല താൻ. MLA ആകുന്നതിനും എത്രയോ വർഷം മുൻപ് പാർട്ടി പ്രവർത്തനം തുടങ്ങിയതാണ്. കോൺഗ്രസുകാരാണ് പാർട്ടി തീരുമാനിക്കുന്നതിന് മുൻപ് സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നതെന്നും എം മണി ഇടുക്കി നെടുങ്കണ്ടത്ത് പറഞ്ഞു. ആശാൻ ഒരു കാര്യങ്ങൾ ചോദിച്ചത്, ഇപ്പം ജനങ്ങളുടെയും മാധ്യമങ്ങളുടെ എല്ലാം പ്രധാന ചർച്ച ആശാൻ സ്ഥാനാർത്ഥിയാവൂ എന്നുള്ളതാണ്. അതൊക്കെ പാർട്ടി പറയുന്നവരല്ലേ ചെയ്യുക. ഞാൻ കയറി സ്ഥാനാർത്ഥി, അതൊക്കെ കോൺഗ്രസിനകത്താ ഇങ്ങനെ. അവരൊക്കെയാണ് അതെ സ്ഥാനാർത്ഥി ഇങ്ങനെ ഇതൊന്നും ഞങ്ങളുടെ പാർട്ടിക്കകത്ത് പതിവില്ല. അവർക്ക് സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഒക്കെ ചർച്ച ചെയ്ത് ആ ഒരു സ്ഥാനാർത്ഥിയാകണം, എങ്ങനെയാണ് ജയസാധ്യത, എങ്ങനെയാണ്, ഇതൊക്കെ നോക്കി തീരുമാനിക്കും. ഞാൻ 2 ടേൺ ആയി എന്നെ നല്ല ഭൂരിപക്ഷത്തിൽ ജനങ്ങൾ ജയിപ്പിച്ചു. എനിക്ക് ചെയ്യാമെന്ന് നോക്കാൻ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി പിരിയുന്നതിന് മുമ്പ് ഇതും കൂടെ ഇതും കൂടിയൊക്കെ ഒന്ന് ചെയ്യണമെന്ന് താല്പര്യവും. ഇതൊരു ഉദ്ഘാടനം നടത്തി വണ്ടി എവിടെ ഇറങ്ങുന്ന നില ഉണ്ടാക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പാർട്ടി പറഞ്ഞ ആശാൻ മത്സരിക്കും. അത് പാർട്ടി പറയണ്ടേ, പാർട്ടി പറയുന്നല്ലോ ചെയ്യും. ഇല്ലെങ്കിൽ പാർട്ടി തീരുമാനിക്കണം അവരുടെ വിജയത്തിന് വേണ്ടി. പിന്നെ അതെന്റെ ജോലിയല്ലേ. ഇടതുപക്ഷ സഹയാത്രികൻ റെജി ലൂക്കോസ് BJPയിൽ എത്തിയിരിക്കുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നും അംഗത്വം സ്വീകരിച്ചു. ദ്രവിച്ച ആശയങ്ങൾക്ക് ഇനി പ്രസക്തിയില്ലെന്നും BJPയുടെ വികസന ആശയങ്ങളിൽ പ്രതീക്ഷയുണ്ടെന്നും റെജി ലൂക്കോസ് പറയുന്നു. 35 വർഷക്കാലമായി ചാനൽ ചർച്ചകളിലെ ഇടതുപക്ഷത്തിന്റെ ശബ്ദമായിരുന്നു റെജി ലൂക്കോസ്. എന്നാൽ കഴിഞ്ഞ കുറെ കാലമായി ഇടതുപക്ഷം മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പോലും ലജ്ജിപ്പിച്ചുകൊണ്ട് വർഗീയതയെ കൂട്ടുപിടിക്കുന്നുവെന്നും അത് മാനസികമായി വിഷമിപ്പിച്ചുവെന്നും റെജി ലൂക്കോസ് അമൃത വാർത്തകളോട് പറഞ്ഞു. മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ പോലും ലജ്ജിപ്പിച്ചുകൊണ്ട് വർഗീയതയും ആ വർഗീയപരമായ രീതിയിലുള്ള കൺസോൾട്ടേഷൻ നടത്താൻ ശ്രമിക്കുകയും മറ്റു ചിലതിനെ വർഗീയപരമായിട്ട് കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മാനസികമായി വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. പാർട്ടിയെ ദ്രോഹിച്ചവർക്ക് വരെ വലിയ പദവി നൽകുന്നുണ്ടെന്നും അവഗണനയാണ് ഏറ്റവും വലിയ വേദനയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏറ്റവും വലിയ ദുഃഖം അവഗണനയാണ്. വികസനം, അപകട രാഷ്ട്രീയം എന്നീ കാര്യങ്ങളായിരിക്കും ഇനി വരുന്ന 100 ദിവസങ്ങളിൽ BJP കേരളത്തിൽ ചർച്ച ചെയ്യുകയെന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഈ 2 കാര്യങ്ങളാണ് ഞങ്ങൾ ശരിക്കും ഞങ്ങളുടെ ക്യാമ്പയിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത്, പറയാൻ പോകുന്നത്, ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ പോകുന്നത്. വികസനം, പിന്നെ അപകട രാഷ്ട്രീയം. അപകടം പോളിറ്റിക്സ് എന്ന് ഞങ്ങൾ 5-6 മാസം മുമ്പ് ഒരു ഫ്രേസ് ഉണ്ടാക്കിയതാണ്. അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ചർച്ച നടക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം BJPക്ക് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. NCPക്ക് അവകാശപ്പെട്ട 2 സീറ്റുകളിൽ നിലവിലുള്ള MLAമാർ തന്നെ മത്സരിക്കുമെന്ന് NCP സംസ്ഥാന പ്രസിഡന്റ് തോമസ് കെ തോമസ്. നിലവിലുള്ള സീറ്റിൽ മത്സരിച്ച LDFനെ ശക്തിപ്പെടുത്താനാണ് തീരുമാനമെന്നും തോമസ് കെ തോമസ് പറഞ്ഞു. കൊച്ചിയിൽ ചേർന്ന സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിനു ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം തോമസ് കെ തോമസിനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും നീക്കണമെന്ന ഒരു വിഭാഗം ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. കുട്ടനാട്ടിൽ തോമസ് കെ തോമസും എലത്തൂരിൽ AK ശശീന്ദ്രനും മത്സരിക്കും. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള തീരുമാനം ദേശീയ പ്രസിഡന്റിന്റേതാണെന്നും തോമസ് കെ തോമസ് പറഞ്ഞു. CPM ഒരിക്കലും ഘടകകക്ഷികളുടെ സീറ്റ് ഏറ്റെടുക്കാറില്ല. എലത്തൂരും കുട്ടനാടും NCP സീറ്റുകളാണ്. മറ്റൊരു സീറ്റിൽ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്നും തോമസ് കെ തോമസ് അറിയിച്ചു. ശശീന്ദ്രൻ മത്സരിക്കുമെന്നുള്ള പാർട്ടിയുടെ തീരുമാനമാണ്. കാരണം അത് പാർട്ടിയുടെ തീരുമാനം തന്നെ ശരത് പവാറിന്റെ തീരുമാനമാണ്. നിലവിലുള്ള 2 MLAമാരും
ഇപ്പോൾ മത്സരിക്കുക, മൂന്നാം ഒരാളെ നീ കണ്ടുപിടിക്കണം. നിലവിലുള്ള 2 MLA എന്ന് പറഞ്ഞ് ഒന്ന് ശശീന്ദ്രൻ ഞാനുമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എലത്തൂരിൽ ശശീന്ദ്രൻ തന്നെ ആയിരിക്കും മത്സരിക്കുന്നത്, കുട്ടനാട് തോമസ് കെ തോമസും. ഇനി ഞങ്ങൾക്ക് ഒരു സീറ്റ് കൂടെ ഉണ്ടാകും. സീറ്റ് ഏതാണെന്നുള്ള കൺഫേം ചെയ്തിട്ടില്ല. കൺഫേം ചെയ്തതിന് ശേഷം ആരായിരിക്കും എന്നുള്ളത് ഞങ്ങൾ പറയാം. ഇതിനിടെ തോമസ് കെ തോമസിനെതിരെ ഒരു വിഭാഗം രംഗത്തെത്തി. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും തോമസ് കെ തോമസിനെ മാറ്റണമെന്നാണ് ആവശ്യം. കൊച്ചിയിൽ ചേർന്ന NCP നിർവാഹക സമിതി യോഗത്തിലാണ് തോമസ് കെ തോമസിനെതിരായ നീക്കം. യോഗത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെന്നും എന്നാൽ കയ്യാങ്കളി ഉണ്ടായിട്ടില്ലെന്നും തോമസ് കെ തോമസ് പറഞ്ഞു. യോഗത്തിൽ കയ്യാങ്കളി എത്തിയെന്നൊന്നും പറയാനായിട്ടുള്ള ഇതില്ല. പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്, ശക്തമായ അഭിപ്രായങ്ങളാണ്. അപ്പോൾ അവർ ആ അഭിപ്രായം പറയുമ്പോൾ അതിനെ എതിർക്കുന്ന ഒരു കൂട്ടരുമുണ്ട്. ഒരു പാർട്ടിയിൽ പല ആൾക്കാരും ഉണ്ടല്ലോ. അപ്പോൾ അവനെ എതിർക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളുണ്ടാവും. അത് സ്വാഭാവികമാണ്. അങ്ങോട്ടും അല്ലാതെ ഒരു ബഹളമോ അങ്ങനെയുള്ള കയ്യാങ്കളിയോട് ആവശ്യമില്ലായിരുന്നു അവിടെ. അമൃത ന്യൂസ്, കൊച്ചി. ഒരുപക്ഷേ ഈ സീറ്റ് വിഭജനം ഏറ്റവും വലിയ തലവേദനയാകുന്നത് UDFന് കോൺഗ്രസിന് തന്നെയായിരിക്കും. നേരത്തെ ഈ യൂത്ത് കോൺഗ്രസ് 16 സീറ്റുകളോളം തങ്ങൾക്ക് വേണമെന്ന ആവശ്യം യുവജന സംഘടന മുന്നോട്ട് വെച്ചു എന്നതടക്കമുള്ള അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിശ്ചിത എണ്ണം സീറ്റുകൾ യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് പറയുകയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെതായി വിവിധ സീറ്റുകളിൽ പ്രചരിക്കുന്ന സ്ഥാനാർത്ഥി പേരുകളെക്കുറിച്ച് അറിയില്ല. ചെറുപ്പക്കാരെ സ്ഥാനാർത്ഥികളാക്കണമെന്ന് പാർട്ടിയോട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും OJ ജനീഷ് പറഞ്ഞു. സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പരിഗണിക്കേണ്ട ചെറുപ്പക്കാരുടെ പേരുകൾ പാർട്ടിക്ക് കൈമാറും. നിയമസഭാ അംഗത്വത്തിൽ വിവിധ തലങ്ങളിൽ പ്രാതിനിധ്യം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെടുമെന്നും OJ ജനീഷ് വ്യക്തമാക്കി. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ യോഗത്തിനകത്ത് ആരുടെയും പേര് വെച്ചും ഒരു നിയോജകമണ്ഡലം വെച്ചും ഞങ്ങളൊരു ചർച്ചയും നടത്തിയിട്ടില്ല. മാധ്യമങ്ങളിൽ ഇന്ന് വരുന്നത് പോലെയുള്ള നമ്പറും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. അതല്ല, ഞങ്ങൾ അങ്ങനെ ഒരു നമ്പർ എന്നുള്ളത് നിശ്ചയിച്ചിട്ടുമില്ല. അപ്പോൾ ആ നമ്പർ ഒരു പക്ഷേ ചിലപ്പോൾ ഞങ്ങളുടെ ക്ലെയിം കുറയ്ക്കുന്നതാണെങ്കിലും ചിലപ്പോൾ അതിൽ കൂടുതൽ ആളുകൾ ഞങ്ങളുടെ ഇടയിൽ മത്സരിക്കാനുണ്ടെങ്കിലും. അപ്പോൾ അതുകൊണ്ട് ആ നമ്പർ ആര് തന്നതെന്നും ഞങ്ങൾക്കറിയില്ല. ആ പേരുകൾ ആര് തന്നതെന്നറിയില്ല. ആ പറയുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ തന്നെ പേര് വെച്ച് ചോദിക്കാനും ഞങ്ങൾ ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചിട്ടില്ല. AK ബാലന്റെ മാറാട് പ്രസ്താവനയെ പിന്തുണച്ച ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയത് ശ്രദ്ധേയമായി. വർഗീയ കലാപങ്ങളോ സംഘർഷങ്ങളോ ഇല്ലാത്ത ഇന്നത്തെ കേരളം മാതൃകയാണ് എന്നും മുൻപ് കേരളത്തിൻ്റെ ചിത്രം വ്യത്യസ്തമായിരുന്നു, അതാണ് AK ബാലൻ ഓർമ്മിപ്പിച്ചത് എന്നുമാണ് മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കുന്നത്. വർഗീയതയോടെ അടിവ് പറയുന്ന സമീപനമാണ് UDF എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളതെന്ന് മാറാടും 5ാം മന്ത്രി വിവാദവും ഓർമ്മിപ്പിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിനായി കളത്തിലിറങ്ങവേ ജമാഅത്തെ ഇസ്ലാമി മാറാട് കലാപവും രാഷ്ട്രീയ ആയുധമാക്കി തൊടുത്തുവിട്ട AK ബാലന്റെ പ്രസ്താവനയിൽ പ്രതിഷേധം കടുക്കുമ്പോഴാണ് മുഖ്യമന്ത്രി രംഗത്ത് വരുന്നത്. AK ബാലന്റെ മാറാട് പ്രസ്താവനയെ പിന്തുണച്ച മുഖ്യമന്ത്രി UDF കാലത്തെ കേരളത്തിന്റെ വർഗീയതയുടെ ചിത്രമാണ് ബാലൻ ഓർമ്മിപ്പിച്ചതെന്ന് ന്യായീകരിച്ചു. അതായത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്നത്തെ കേരളം നമ്മുടെ രാജ്യത്തിന് മുന്നിലൊരു മാതൃകയാണ്. അതായത് വർഗീയ സംഘർഷങ്ങളില്ല, വർഗീയ കലാപങ്ങളില്ല. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ചിത്രം കേരളത്തിനുണ്ടായിരുന്നു. അതാണ് സഖാവ് AK ബാലൻ ഓർമ്മിപ്പിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ മാറാട് കലാപത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. എല്ലാ കാലത്തും UDF വർഗീയതയ്ക്ക് അടിയറവ് പറയുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന മാറാട് കലാപവും 5ാം മന്ത്രി വിവാദവും ഉയർത്തിക്കാട്ടി ആരോപണം കടുപ്പിച്ചു. 5ാം മന്ത്രിസ്ഥാനം മുസ്ലിം ലീഗിന് രാഷ്ട്രീയമായി ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാക്കിയതെന്ന് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ചിന്തിക്കണം. ഈ വിഷയം വഷളാക്കി സാമുദായികമായ ചേരിതിരിവ് കേരളത്തിലുണ്ടാക്കി അനാവശ്യമായ ഒരു വിഷയമാക്കി വളർത്തിയതിനു പകരം അവർക്ക് ആഗ്രഹം കൊടുത്താൽ മതിയായിരുന്നു. അപക്വമായ തീരുമാനങ്ങളാണ് നാം എടുത്തത്. സതീശൻ്റെ വാക്കുകളാണ്. ഭൂരിപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും പയറ്റിയ തന്ത്രമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPM പുറത്തെടുക്കുന്നത്. പക്ഷേ മറ്റു 2 തെരഞ്ഞെടുപ്പിലും ഫലം കാണാതെ പോയ ആയുധം ഇത്തവണ ശബരിമല വിഷയം മുഖ്യപ്രചാരണമാകുമ്പോൾ കൃത്യമായി പ്രയോഗിക്കാമെന്നാണ് CPMന്റെ കണക്കുകൂട്ടൽ. വെള്ളാപ്പള്ളി നടേശന്റെ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകൾ തിരുത്താതിരുന്ന മുഖ്യമന്ത്രി AK ബാലന്റെ പ്രസ്താവനയെ അടിവരയിട്ട് ശരിവെക്കുക കൂടി ചെയ്യുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
എ കെ ബാലന്റെ ജമാഅത്തെ പ്രസ്താവനയിൽ CPM പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നടത്തുന്ന ഇത്തരം പ്രതികരണങ്ങൾ ഒഴിവാക്കേണ്ടിയിരുന്നു. ന്യൂനപക്ഷങ്ങളെ CPMൽ നിന്നകറ്റാൻ ഇത്തരം പ്രസ്താവനകൾ കാരണമാകുമെന്നും ജില്ലാ കമ്മിറ്റി വിലയിരുത്തി. എ കെ ബാലൻ വാ തുറന്നാൽ വോട്ട് പോകുമെന്നായിരുന്നു ഒരു വിഭാഗം നേതാക്കന്മാർ ആരോപിച്ചത്. ചുമതലയില്ലാത്ത എ കെ ബാലൻ എന്തിനാണ് അടിക്കടി മാധ്യമങ്ങളെ കാണുന്നത് എന്നും ചില അംഗങ്ങൾ ചോദിച്ചു. യുദ്ധം പരാജയപ്പെട്ട ക്യാപ്റ്റന്റെ വിലാപകാവ്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയതെന്ന് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. സത്യത്തിന്റെ ഒരംശം പോലും ഇല്ലാത്ത അപകടകരമായ പ്രസ്താവനയാണ് മുഖ്യമന്ത്രി കോൺഗ്രസിനെതിരെ നടത്തിയത്. എ കെ ബാലനെ കൊണ്ട് കഴിഞ്ഞ ദിവസം പറയിപ്പിച്ചത് ആരാണ് എന്ന് ഇപ്പോൾ വ്യക്തമായെന്നും അദ്ദേഹം പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു യുദ്ധം വീറോടെ നയിച്ച് നിലംപരിശായി പരാജയപ്പെട്ട ഒരു ക്യാപ്റ്റൻ്റെ വിലാപകാവ്യം പോലെയാണ് എനിക്ക് തോന്നിയത്. അത് കേട്ടപ്പോൾ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പുകളിൽ ജനം കടുത്ത ശിക്ഷ കൊടുത്തിട്ട് അതിൽ തകർന്നു നിൽക്കുന്ന മനസ്സുമായി നിൽക്കുന്ന ആൾ തൻ്റെ സ്ഥാനമോ പദവിയോ നോക്കാതെ നടത്തിയ ഏറ്റവും അപകടകരമായ പ്രസ്താവന. അപകടകരം എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, ഇതിനകത്ത് സത്യത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലാത്ത അവസരവാദ പ്രസ്താവന കൂടിയാണ്. നമുക്കറിയാം, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് SIT അന്വേഷണം പത്മകുമാറിൽ വന്ന് സ്റ്റക്കായി നിന്ന ആ സമയത്താണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ മൊഴി പ്രവാസി വ്യവസായിയെക്കുറിച്ചുള്ള ഒരു മൊഴി, തുടർന്ന് പ്രവാസി വ്യവസായിയിൽ നിന്ന് ഡി മണിയിലേക്ക് ഉള്ള ഒരു മൊഴി, അങ്ങനെ ഡി മണിയിലേക്ക് ഈ അന്വേഷണം നീളുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ ഇന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിന്ന് ഡി മണിയെ ഒഴിവാക്കി SIT ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നു എന്ന വാർത്ത പുറത്തുവരികയാണ്. ഡി മണിക്ക് സ്വർണ്ണക്കൊള്ളയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് SIT ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. മണിയിൽ നിന്നും സംശയകരമായി ഒന്നും തന്നെ കണ്ടെത്താനായില്ല എന്നാണ് SIT അറിയിച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നേരിട്ട തമിഴ്നാട് വ്യവസായി ഡി മണിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ സ്ഥിരീകരിക്കുന്ന തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്ന് SIT പറയുന്നു. മണിയുടെ തമിഴ്നാട്ടിലെ കേന്ദ്രങ്ങളിൽ SIT പരിശോധന നടത്തിയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് മണിയെ 2 വട്ടം SIT ചോദ്യം ചെയ്തു. തമിഴ്നാട്ടിലെത്തിയും തിരുവനന്തപുരത്തെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയുമായിരുന്നു ചോദ്യം ചെയ്യൽ. 2 തവണ മണി തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. മരണാനന്തര ചടങ്ങുകൾക്കും തിരുവല്ലത്തെ ക്ഷേത്ര ദർശനത്തിനുമായാണ് മണി തിരുവനന്തപുരത്ത് വന്നത്. ഇതല്ലാത്ത കാര്യങ്ങൾക്കോ ശബരിമല തട്ടിപ്പുമായോ മണിയുടെ സന്ദർശനങ്ങൾക്ക് ബന്ധം കണ്ടെത്താനായിട്ടില്ലെന്ന് SIT കോടതിയെ അറിയിച്ചു. മണിക്കെതിരെയുള്ള മറ്റ് കേസുകൾക്കൊന്നും ശബരിമല കൊള്ളയുമായി ബന്ധമില്ലെന്നും SIT അറിയിച്ചു. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രവാസി വ്യവസായി നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് SIT ഡി മണി എന്ന ഡിണ്ടിഗൽ മണിക്കെതിരെ വിശദമായ അന്വേഷണം നടത്തിയത്. വിവരങ്ങൾ നൽകിയ വ്യവസായി വിദേശത്തായതിനാൽ അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അമൃത ന്യൂസ്, കൊച്ചി. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S ജയശ്രീ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി. തിരുവനന്തപുരം ഈഞ്ചക്കലിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ചോദ്യം ചെയ്യലിനായി എത്തിയത്. ചോദ്യം ചെയ്ത് ഇന്ന് വിട്ടു. നാളെയും ചോദ്യം ചെയ്യൽ തുടരും. ശബരിമലയിലെ ദ്വാരപാലക പാളികൾ കടത്തിയ സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചനയിൽ ജയശ്രീക്ക് വ്യക്തമായ പങ്കുണ്ടെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും തെളിവുകൾ വ്യക്തമാക്കുന്നതിനുമാണ് അന്വേഷണ സംഘം ജയശ്രീയെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചത്. 2019 ദേവസ്വം ബോർഡ് സെക്രട്ടറിയായിരുന്നു S ജയശ്രീ. ദേവസ്വം ബോർഡ് തീരുമാനം ജയശ്രീ തിരുത്തിയതായി SIT കണ്ടെത്തിയിരുന്നു. സുപ്രീം കോടതി ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞിരുന്നു. അന്വേഷണവുമായി സഹകരിക്കണമെന്ന് സുപ്രീം കോടതി ജയശ്രീക്ക് നിർദ്ദേശവും നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് ജയശ്രീ ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത്. രാവിലെ 10:00 ആരംഭിച്ച ചോദ്യം ചെയ്യൽ ഉച്ചയ്ക്ക് 12 മണി വരെ നീണ്ടു. നാളെയും ചോദ്യം ചെയ്യൽ തുടരും. ശബരിമലയുമായി ബന്ധപ്പെട്ട നിർണായകമായ പല രേഖകളും വസ്തുക്കളും കടത്തിയതിൽ ജയശ്രീയുടെ അറിവോ സമ്മതമോ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് SIT പ്രധാനമായും പരിശോധിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതി മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. മുരാരി ബാബു, പത്മകുമാർ, ഗോവർദ്ധൻ എന്നീ പ്രതികളുടെ ജാമ്യാപേക്ഷകൾ ജസ്റ്റിസ് A ബദറുദ്ദീൻ തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. ഗോവർദ്ധന്റെയും പത്മകുമാറിന്റെയും ജാമ്യാപേക്ഷയെ
ശക്തമായി എതിർത്ത് SIT വിശദീകരണം ബോധിപ്പിച്ചിരുന്നു. മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ SITയുടെ വിശദീകരണം കൂടി തേടിയ ശേഷം 3 ഹർജികളിലും കൂടി കോടതി ഒന്നിച്ചു വാദം കേൾക്കും. പ്രതികൾക്ക് ഭരണകക്ഷിയിലുള്ള സ്വാധീന ശക്തി കണക്കിലെടുത്താൽ ജാമ്യം നൽകിയാൽ അന്വേഷണത്തെ അട്ടിമറിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും സാധ്യതയുണ്ട് എന്നാണ് SITയുടെ പ്രധാന വാദം. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി ജഡ്ജിക്കെതിരെ സർക്കാരിന് നിയമോപദേശം. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനാണ് ഗുരുതര പരാമർശങ്ങളുമായി നിയമോപദേശം നൽകിയത്. മെമ്മറി കാർഡ് ചോർന്നതിൽ സംശയത്തിന്റെ നിഴലിലായ ജഡ്ജി വിധി പറയാൻ അർഹയല്ല എന്നാണ് പരാമർശം. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതിക്കും ജഡ്ജിക്കുമെതിരെ ഗൗരവമേറിയ ആരോപണങ്ങളാണ് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിന്റെ നിയമോപദേശത്തിലുള്ളത്. ദിലീപിനെതിരായ തെളിവുകൾ പക്ഷപാതപരമായി തള്ളിയെന്ന് പ്രോസിക്യൂഷൻ DGയുടെ നിയമോപദേശത്തിൽ പറയുന്നു. മെമ്മറി കാർഡ് ചോർന്ന കേസിൽ സംശയനിഴലിലാണ് വിചാരണ കോടതി ജഡ്ജിയെന്നും അതിനാൽ തന്നെ ജഡ്ജിക്ക് വിധി പറയാൻ അവകാശമില്ലെന്നുമാണ് നിയമോപദേശം. ദിലീപിനെ കുറ്റവിമുക്തനാക്കാൻ തയ്യാറാക്കിയതാണ് വിധിയെന്നും നടനെതിരെ സമർപ്പിച്ച തെളിവുകൾ പരിഗണിച്ചില്ലെന്നും പ്രോസിക്യൂഷൻ വിമർശനം ഉന്നയിക്കുന്നു. 2 തരം സമീപനമാണ് തെളിവുകൾ പരിശോധിക്കാൻ കോടതി സ്വീകരിച്ചത്. 1 മുതൽ 6 വരെ പ്രതികൾക്കെതിരെ കണ്ടെത്തിയ തെളിവുകൾ പോലും ദിലീപിനെതിരെ അംഗീകരിച്ചില്ലെന്നും കുറിപ്പിൽ ആരോപിക്കുന്നു. തെളിവ് നശിപ്പിക്കാൻ കൂടെ നിന്നെന്ന് തെളിഞ്ഞ ദിലീപിന്റെ അഭിഭാഷകരെ തുടരാൻ അനുവദിച്ചെന്നും ഉപദേശത്തിൽ പരാമർശമുണ്ട്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ V. അജയകുമാറിന്റെ കുറിപ്പും അപ്പീൽ നൽകാൻ തയ്യാറാക്കിയ നിയമോപദേശത്തിലുണ്ട്. ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് 8ാം പ്രതിയായ ദിലീപിനെ വിചാരണ കോടതി വെറുതെ വിട്ടത്. അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ സർക്കാർ ഈ കേസിൽ അപ്പീൽ നൽകും. അമൃത ന്യൂസ്, കൊച്ചി. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് കുരുക്കായി സുഹൃത്ത് ജോബി ജോസഫിന്റെ മൊഴി. പരാതിക്കാരിക്ക് ഒരു പൊതി കൈമാറിയെന്ന ജോബി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മുൻകൂർ ജാമ്യം ലഭിച്ച ശേഷമായിരുന്നു ചോദ്യം ചെയ്യൽ. ജോബിയുടെ മൊബൈൽ ഫോൺ ഹാജരാക്കാൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ ജാമ്യം റദ്ദാക്കുന്ന നടപടികളിലേക്ക് കടക്കും. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് കുരുക്കാകുന്ന മൊഴിയാണ് സുഹൃത്ത് ജോബി ജോസഫ് അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകിയിരിക്കുന്നത്. പരാതിക്കാരിക്ക് ഒരു പൊതി കൈമാറിയെന്ന് ജോബി ജോസഫ് മൊഴി നൽകി. പക്ഷേ പൊതിയിൽ എന്താണെന്ന് അറിയില്ലായിരുന്നുവെന്നും രാഹുലിന്റെയും പരാതിക്കാരിയുടെയും സുഹൃത്താണ് പൊതി തന്നുവിട്ടത് എന്നുമാണ് ജോബി പോലീസിന് മുന്നിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഗർഭഛിദ്രത്തിനുള്ള ഗുളിക കൈമാറിയത് ജോബിയാണെന്നായിരുന്നു പരാതിക്കാരിയുടെ മൊഴി. മുൻകൂർ ജാമ്യം ലഭിച്ച ശേഷമായിരുന്നു ചോദ്യം ചെയ്യൽ. മൊബൈൽ ഫോൺ ഹാജരാക്കാൻ ജോബിക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ചോദ്യം ചെയ്യലിനെത്തിയപ്പോൾ ഫോൺ കൊണ്ടുവന്നിരുന്നില്ല. ഫോൺ ഹാജരാക്കിയില്ലെങ്കിൽ ജാമ്യം റദ്ദാക്കാനുള്ള നടപടിയെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അതേസമയം ബലാത്സംഗ കേസ് പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി പരാതിക്കാരിയെ കഴിഞ്ഞ ദിവസം കക്ഷി ചേർത്തിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവനായ വിഷയത്തിൽ മൃഗസ്നേഹികൾക്ക് ഇന്നും സുപ്രീം കോടതിയുടെ പരിഹാസം. നായ്ക്കളും പൂച്ചകളും ശത്രുക്കളാണ്. അതിനാൽ നമ്മൾ പൂച്ചകളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം. അതായിരിക്കും തെരുവുനായ ആക്രമണം കുറയ്ക്കാൻ പരിഹാരമെന്നാണ് ജസ്റ്റിസ് സന്ദീപ് മേത്ത പരിഹാസരൂപേണ പരാമർശിച്ചത്. നായ്ക്കളെ നീക്കം ചെയ്യുന്നത് അപ്രതീക്ഷിത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാമെന്ന് മൃഗസ്നേഹികളും വാദിച്ചു. മൈക്രോചിപ്പ് തെരുവു നായകൾക്ക് പിടിപ്പിക്കണമെന്ന് മൃഗസ്നേഹികൾ പറഞ്ഞുവെങ്കിലും വളർത്തുനായ്ക്കൾക്കാണ് മൈക്രോചിപ്പ് ഘടിപ്പിക്കുന്നതെന്ന് സുപ്രീം കോടതി മറുപടി നൽകി. തെരുവിൽ നിന്ന് എല്ലാ നായ്ക്കളെയും നീക്കാൻ നിർദ്ദേശിച്ചിട്ടില്ല എന്നും നായ്ക്കളെ നിയമാനുസൃതമായി കൈകാര്യം ചെയ്യാനാണ് പറഞ്ഞതെന്നും കോടതിയും വ്യക്തമാക്കി. വാദം നാളെയും തുടരും. അതിനിടെ തിരുവനായ്ക്കളുടെ ആക്രമണം തുടരുകയാണ്. തിരുവനന്തപുരത്ത് ഉടമ അലക്ഷ്യമായി തുറന്നുവിട്ട വളർത്തുനായ്ക്കളുടെ കടിയേറ്റ് ശ്രീകാര്യം പോങ്ങുമൂട് സ്വദേശിയായ +2 വിദ്യാർത്ഥിക്ക് പരിക്ക്. മൺവിള സ്വദേശികളായ മനോജ് ആശാ ദമ്പതികളുടെ മകൾ അന്ന മരിയയ്ക്കാണ് കടിയേറ്റത്. ഇന്നലെ ഉച്ചയോടെ സ്കൂൾ കഴിഞ്ഞ് കൂട്ടുകാരിക്കൊപ്പം മടങ്ങുകയായിരുന്ന മരിയെ അതീവ അപകടകാരികളായ ഇനത്തിൽപ്പെട്ട 2 നായ്ക്കളാണ് ആക്രമിച്ചത്. കാലിൽ ഗുരുതരമായി കടിയേറ്റ വിദ്യാർത്ഥിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് കുട്ടിയെ രക്ഷിച്ചത്. പോങ്ങുമൂട് ബാപ്പുജി നഗറിലെ കബീർ നയന ദമ്പതികളുടേതാണ് നായ്ക്കൾ. കുട്ടിയുടെ അച്ഛൻ ശ്രീകാര്യം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. MSC എൽസ 3 കപ്പൽ കമ്പനി 1227 കോടി 62 ലക്ഷം രൂപ ഹൈക്കോടതിയിൽ കെട്ടിവെച്ചു. കപ്പൽ വിട്ടുകിട്ടുന്നതിനുള്ള ബാങ്ക് ഗ്യാരണ്ടിയായിട്ടാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി തുക കെട്ടിവെച്ചത്. കൊച്ചിയുടെ പുറം കടലിലുണ്ടായ കപ്പൽ അപകടത്തിൽ 9531 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാരോപിച്ച് സംസ്ഥാന സർക്കാർ നൽകിയ കേസിലാണ് ഹൈക്കോടതി കപ്പൽ തടഞ്ഞിട്ടത്. MSC എൽസ 3 കപ്പൽ കഴിഞ്ഞ മെയ് മാസത്തിൽ കൊച്ചിയുടെ പുറംകടലിൽ വെച്ചുണ്ടാക്കിയ അപകടത്തിലാണ് ഭീമമായ ബാങ്ക് ഗ്യാരണ്ടി ഹൈക്കോടതിയിൽ കെട്ടിവെച്ചത്. കോടതി നിർദ്ദേശപ്രകാരം മെഡിറ്ററേനിയൻ കപ്പൽ കമ്പനിയുടെ മറ്റൊരു കപ്പൽ തടഞ്ഞിട്ടിരുന്നു. ബാങ്ക് ഗ്യാരണ്ടി കെട്ടിവെച്ചാൽ മാത്രമേ കപ്പൽ വിട്ടു നൽകാവൂ എന്ന വ്യവസ്ഥയിലാണ്
കോടതി കപ്പൽ അറസ്റ്റ് ചെയ്ത് ഉത്തരവിട്ടിരുന്നത്. നഷ്ടപരിഹാരം നൽകാൻ വിസമ്മതിച്ചതോടെ ഇതേ കമ്പനിയുടെ MSC അക്വിറ്റേറ്റ എന്ന കപ്പലും കോടതി കസ്റ്റഡിയിലെടുത്തിരുന്നു. 9,531 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ അഡ്മിറാലിറ്റി സ്യൂട്ടിലാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവ്. 600 കണ്ടെയ്നറുകളിലായി 60 മെട്രിക് ടണ്ണോളം രാസമാലിന്യമാണ് കപ്പലിന് തീപിടിച്ചതോടെ പുറംകടലിൽ ഒഴുകിയത്. മത്സ്യസമ്പത്തിനെ ബാധിച്ചതും പരിസ്ഥിതി നാശവും ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന സർക്കാർ കപ്പൽ കമ്പനിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത്. നാശനഷ്ടങ്ങളുടെ തോത് തിട്ടപ്പെടുത്തുന്ന മുറയ്ക്ക് സർക്കാരിന് ലഭിക്കേണ്ട നഷ്ടപരിഹാരം കോടതി തീരുമാനിക്കും. അമൃത ന്യൂസ്, കൊച്ചി. പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിലിന് ആദരാഞ്ജലി. അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹം ബുധനാഴ്ച രാത്രി പൂനെയിൽ വെച്ചാണ് അന്തരിച്ചത്. പൂനെയിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടന്നു. മലയാളികൾക്ക് ഏറെ സുപരിചിതനായ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ. പശ്ചിമഘട്ടം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്ന പേര്. പശ്ചിമഘട്ടത്തിലെ അശാസ്ത്രീയമായ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും അതുണ്ടാക്കാവുന്ന ആഘാതങ്ങളെക്കുറിച്ചും ആദ്യമായി മുന്നറിയിപ്പ് തന്നത് മാധവ് ഗാഡ്ഗിലാണ്. അദ്ദേഹം അധ്യക്ഷനായ പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതി 2011 സമർപ്പിച്ച റിപ്പോർട്ടിലൂടെയാണ് ആസന്നമായൊരു ദുരന്തത്തെ മലയാളി തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. പശ്ചിമഘട്ടത്തിന്റെ 75% പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിക്കണമെന്ന ശുപാർശ ഏറെ വിവാദങ്ങൾക്കും വഴിതെളിച്ചു. ഇന്ത്യയിലെ ജനകീയ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തി. അടിസ്ഥാന വിഭാഗങ്ങളുമായി അദ്ദേഹം അത്രയേറെ ബന്ധം പുലർത്തിയിരുന്നു. അവരോടൊപ്പമുള്ള ജീവിതമാണ് പ്രകൃതിയെ അത്രയേറെ അടുത്തറിയാൻ അദ്ദേഹത്തെ സഹായിച്ചത്. ആയിരത്തി 1942 പൂനെയിലെ ഗോവൻ ബ്രാഹ്മണ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. പൂനെയിലെ ഫെർഗൂസൺ കോളേജ്, ബോംബെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസത്തിന് ശേഷം ഹാർവാർഡ് സർവകലാശാലയിൽ നിന്ന് PhD നേടി. വിദേശ രാജ്യങ്ങളിൽ ഒട്ടേറെ അവസരങ്ങളുണ്ടായിട്ടും അദ്ദേഹം തൻ്റെ പ്രവർത്തന മേഖല തിരഞ്ഞെടുത്തത് മാതൃരാജ്യത്തായിരുന്നു. പരിസ്ഥിതിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായി അദ്ദേഹം കാടുകളിലും മേടുകളിലും അലഞ്ഞു നടന്നു. ഗോത്രവിഭാഗക്കാർ, മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ളവരുമായി നല്ല ബന്ധമുണ്ടാക്കി. പരിസ്ഥിതി സംരക്ഷണത്തിനായി താഴെത്തട്ടിലുള്ള ജനങ്ങളുമായി അദ്ദേഹം കൈകോർത്തു. ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ 31 വർഷം സേവനമനുഷ്ഠിച്ചു. അവിടെ സെന്റർ ഫോർ ഇക്കോളജിക്കൽ സയൻസ് സ്ഥാപിച്ചു. സ്റ്റാൻഫോർഡിലും കാലിഫോർണിയ സർവകലാശാലകളിലും വിസിറ്റിംഗ് പ്രൊഫസറായും അദ്ദേഹം പ്രവർത്തിച്ചു. ഇന്ത്യയുടെ ജൈവ വൈവിധ്യ നിയമം രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് മാധവ് ഗാഡ്ഗിൽ. 7 പുസ്തകങ്ങളും 225-ലധികം ശാസ്ത്ര പ്രബന്ധങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. എ വാക്ക് അപ്പ് ദ ഹിൽ, ലിവിംഗ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ എന്നത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. 1981 പത്മശ്രീ നൽകിയും 2006 പത്മഭൂഷൺ നൽകിയും രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. 2024 ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി പ്രോഗ്രാമായ UNEP ചാമ്പ്യൻസ് ഓഫ് ദ എർത്തായി തെരഞ്ഞെടുത്തത് മാധവ് ഗാഡ്ഗിലിനെയായിരുന്നു. പ്രശസ്ത മൺസൂൺ ശാസ്ത്രജ്ഞയായിരുന്ന സുലോചന ഗാഡ്ഗിലാണ് ഭാര്യ. അവർ കഴിഞ്ഞ ജൂലൈയിലാണ് അന്തരിച്ചത്. പ്രകൃതിയെ നശിപ്പിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ തുടർക്കഥയാകുമ്പോൾ നമുക്ക് നഷ്ടമായിരിക്കുന്നത് പരിസ്ഥിതിയുടെ കാവലാളെയാണ്. എങ്കിലും പ്രകൃതിയെ അറിഞ്ഞ് അതിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു ചെറു സഞ്ചയത്തെ വാർത്തെടുത്താണ് അദ്ദേഹം വിടവാങ്ങിയത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. പശ്ചിമഘട്ടത്തിലെ അശാസ്ത്രീയമായ വികസന പ്രവർത്തനങ്ങൾ വൻ ദുരന്തങ്ങൾക്ക് കാരണമാകുമെന്ന് കൃത്യമായി മുന്നറിയിപ്പ് നൽകിയിരുന്ന ഒരു പ്രവാചകനായിരുന്നു മാധവ് ഗാഡ്ഗിൽ. മലയാളികൾ മാധവ് ഗാഡ്ഗിൽ എന്ന പേര് എന്നും സ്മരിക്കുന്നത് പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സമർപ്പിച്ച ആ റിപ്പോർട്ടിൻ്റെ പേരിലാണ്. കേരളത്തിൽ അടിക്കടി ഉണ്ടാകുന്ന ഓരോ പ്രകൃതി ദുരന്തത്തിലും ഇന്നും ഗാഡ്ഗിൽ റിപ്പോർട്ട് ചർച്ചയാകാറുണ്ട്. പശ്ചിമഘട്ടം തകർക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും നടപടിയെടുത്തില്ല എങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ്. അതിന് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ യുഗങ്ങളൊന്നും ആവശ്യമില്ല. 4-5 വർഷം മാത്രം മതി. അന്ന് ഞാനും നിങ്ങളും ജീവനോടെ കാണാം. ആരാണ് കള്ളം പറയുന്നത്, ഭയപ്പെടുത്തുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും.
10 വർഷങ്ങൾക്ക് മുൻപ് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞ വാക്കുകളാണിവ. അന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ സമൂഹം അവഗണിച്ചു. എന്നാൽ സമീപകാലത്തുണ്ടായ പ്രളയങ്ങളും ഉരുൾപൊട്ടലും അദ്ദേഹത്തിന്റെ വാക്കുകൾ വീണ്ടും മലയാളിയുടെ കർണപുടങ്ങളിൽ നിറച്ചു. പശ്ചിമഘട്ടത്തെയും കാവലാളായ ഡോക്ടർ മാധവ് ഗാഡ്ഗിലിനെയും വേർതിരിച്ചു കാണാൻ ഒരിക്കലും കഴിയില്ല. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്നതിന് ലോകത്തിന് മുന്നിൽ ഗാഡ്ഗിൽ വെച്ച ഏറ്റവും വലിയ പാഠമാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട്. ഭൂമിയിലെ ഏറ്റവും അപൂർവമായ ജൈവ വൈവിധ്യ മേഖലകളിൽ ഒന്നാണ് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടത്തിന്റെ തകർച്ച പഠിക്കാൻ ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ നിർദ്ദേശപ്രകാരം പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാനായി 2010 പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ ചെയർമാനായി 14-അംഗ സമിതിയെ രൂപീകരിച്ചു. ഗാഡ്ഗിൽ സമിതി 2011 സെപ്റ്റംബറിൽ റിപ്പോർട്ട് നൽകി. പൊതുസ്ഥലം സ്വകാര്യ സ്ഥലമായി മാറ്റരുത് എന്നും വനഭൂമി വനേതര ഭൂമിയായി മാറ്റാനോ കൃഷിഭൂമി കാർഷികേതര ആവശ്യത്തിനായി ഉപയോഗിക്കാനോ പാടില്ല എന്നും ഗാഡ്ഗിൽ ശുപാർശ ചെയ്തു. ഖനനം, പുതിയ ഡാമുകൾ, പുതിയ ജലവൈദ്യുത പദ്ധതികൾ, പവർ പ്ലാന്റുകൾ തുടങ്ങിയവയൊന്നും ഈ മേഖലകളിൽ അനുവദിക്കരുത് എന്നും ശുപാർശ ചെയ്തു. എന്നാൽ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ വികസനം തടസ്സപ്പെടുമെന്നും ജനങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെടുമെന്നുമുള്ള തെറ്റായ പ്രചരണങ്ങൾ അന്നുയർന്നു. അങ്ങനെ ആ റിപ്പോർട്ട് നടപ്പിലായില്ല. സമീപകാലത്തുണ്ടായ പ്രളയങ്ങളും ഉരുൾപൊട്ടലുകളും ഗാഡ്ഗിൽ നൽകിയ മുന്നറിയിപ്പുകൾ ശരിവെക്കുന്നതായിരുന്നു. പ്രകൃതിയെ സംരക്ഷിച്ചില്ല എങ്കിൽ പ്രകൃതി നമുക്ക് തന്നെ തിരിച്ചടി നൽകും എന്നതിൻ്റെ നേർ ഉദാഹരണങ്ങളായിരുന്നു ഇവ. പ്രളയവും വയനാട്ടിലുണ്ടായതുപോലെയുള്ള വൻ ഉരുൾപൊട്ടലുകളും ഗാഡ്ഗിൽ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം ശരിയായിരുന്നുവെന്ന് നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.